ഹായ് എവരി വൺ. ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു കിഡിലൻ സീറോ ബാലൻസ് അക്കൗണ്ടാണ് കൊട്ടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ 811 സീറോ ബാലൻസ് അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡെബിറ്റ് കാർഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ റെഗുലേഷൻ പ്രകാരം ഇവർക്ക് കസ്റ്റമേഴ്സിന് ഓൺലൈനായിട്ട് ഓൺബോർഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ അവർ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. മേ ബി ഫ്യൂച്ചറിൽ അത് വീണ്ടും റെസ്യൂം ചെയ്തേക്കാം. അപ്പം നിലവിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് യു കനോട്ട് ഓപ്പൺ ദിസ് അക്കൗണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഇപ്പോഴും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഓൺലൈനായിട്ട് തുറക്കാനായിട്ട് പറ്റില്ല. നേരത്തെ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആധാർ പാൻ കാർഡ് ഡാറ്റ വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ നിലവിൽ പുതുതായിട്ട് ഈ ഒരു അക്കൗണ്ട് തുറക്കുന്ന ആളുകൾ തൊട്ടടുത്തുള്ള ഇവരുടെ ബ്രാഞ്ചിൽ ചെന്നിട്ട് വേണം അക്കൗണ്ട് തുറക്കാനായിട്ട്. ഇവർക്ക് ബ്രാഞ്ച് കേരളത്തിൽ അക്രോസ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെങ്കിൽ പോലും മറ്റുള്ള ബാങ്ക്സിനുള്ളത് അത്ര ആ ഒരു രീതിയിൽ ബ്രാഞ്ചസ് അവൈലബിൾ അല്ല. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവട്ടെ, ഫെഡറൽ ബാങ്ക് ആവട്ടെ, കാനറ ബാങ്ക് ആവട്ടെ, ഈ പറഞ്ഞ ബാങ്കുകൾക്കെല്ലാം അവർക്കുള്ള രീതിയിലുള്ള അത്രത്തോളം ബ്രാഞ്ചസ് ഇവർക്ക് അവൈലബിൾ അല്ല. കാരണം ഇൻഫാക്റ്റ് കോഴിക്കോട് ടൗണിൽ ഇവർക്ക് ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ വടകരയിൽ ബ്രാഞ്ച് ഉണ്ട്, മലപ്പുറം ജില്ലയിൽ തിരൂർ ബ്രാഞ്ച് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ച് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം മറ്റുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കാം. അപ്പോൾ ഇത്രയും ഇങ്ങനെയുള്ള മേജർ പ്ലേസസിൽ മാത്രമേ ഇവർക്ക് ബ്രാഞ്ചസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഓഫ്ലൈനായിട്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ബ്രാഞ്ചിൽ ചെന്നിട്ട് വേണം ഈ ഒരു അക്കൗണ്ട് തുറക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഒരുപാട് പേര് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. കാരണം മറ്റൊന്നുമല്ല, ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നല്ല പോലെ ഓഫേഴ്സ് തരുന്ന ഒരു കാർഡാണിത്. എസ്പെഷ്യലി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങിനും അതുപോലെ തന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലെല്ലാം നല്ല പോലെ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എനിവേ, ഈ ഒരു അക്കൗണ്ടിൻ്റെ സ്പേസ് ഇപ്പോൾ അക്വയർ ചെയ്തിരിക്കുന്നത് മറ്റൊരു ബാങ്കാണ്. അതായത് ഇവർക്ക് ഈ ഒരു ഓൺലൈൻ ഓൺ ബോർഡിംഗ് RBI റിസ്ട്രിക്റ്റ് ചെയ്തതോടുകൂടി ആ ഒരു ഇവരുടെ കസ്റ്റമേഴ്സിനെ കൂടി പിടിച്ചെടുക്കുന്ന രീതിയിൽ മറ്റൊരു കിഡിലൻ സീറോ ബാലൻസ് അക്കൗണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് എന്ന അക്കൗണ്ടാണ് ഈ ഒരു അക്കൗണ്ട്. വളരെയധികം ആളുകൾ ഈ ഒരു അക്കൗണ്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്. മാത്രമല്ല ഇതിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നല്ലപോലെ ഒരുപാട് ഡിസ്കൗണ്ട്സും അതുപോലെ സേവിങ്സ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അബ്ദുൾ റഷീദ് മുക്കം ടെക് എന്ന ഇൻസ്റ്റഗ്രാം ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ ഡീറ്റെയിൽ നിങ്ങൾ ഇൻബോക്സിലേക്കൊക്കെ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ആ ഒരു ഡിലൈറ്റ് സേവിങ്സ് അക്കൗണ്ടിൻ്റെ മുഴുവൻ ഡീറ്റെയിലും വളരെ ക്വിക്കായിട്ടൊന്ന് കാണാം. വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഫർദറായിട്ട് കാണുക. ഓൾസോ ഞാൻ വിയർ ചെയ്യുന്ന ഒരുപാട് കിഡിലൻ ടീഷർട്ട്സിൻ്റെ ഡീറ്റെയിൽ ഞാൻ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സെക്ഷനിലോട് ചെന്ന് കഴിഞ്ഞാൽ ഈ കാണുന്ന ഞാൻ വിയർ ചെയ്യുന്ന ഒരുപാട് നല്ല കിഡിലൻ ബ്രാൻഡഡ് ടീഷർട്ട്സ് നല്ല ലെസർ ഡിസ്കൗണ്ട് പ്രൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ വളരെ ക്വിക്കായിട്ട് കാണാം. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു അക്കൗണ്ടിൻ്റെ ഇൻ്റർഫേസിലാണ്. ഇതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ആമസോൺ ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പ്രൊസീജിയർ മാത്രമല്ല പറയുന്നത്. കാരണം ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് അങ്ങനെയുള്ള ഡീറ്റെയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആമസോൺ ക്യാഷ് ബാക്കിൻ്റെ ഡീറ്റെയിൽ ഒന്ന് വളരെ പെട്ടെന്ന് കാണാം. ഇതിൽ മിനിമം ട്രാൻസാക്ഷൻ 1000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ ഈ ഒരു ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. അതായത് ആമസോൺ ആപ്പിലൂടെ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 5% ക്യാഷ് ബാക്ക് എന്നാണ്. ഇത്തരത്തിലുള്ള ക്യാഷ് ബാക്കിൻ്റെ ആ ഒരു ഓഫർ കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് അൺലിമിറ്റഡ് ആയിട്ട് ക്യാഷ് ബാക്ക് കിട്ടുമെന്നൊക്കെ ധരിക്കും. പക്ഷേ അങ്ങനെയല്ല, അതിന് ഒരുപാട് ടേംസും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ 1000 രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ക്യാഷ് ബാക്ക് ഒരു മാസം നിങ്ങൾക്ക് കിട്ടാവുന്നത് 500 രൂപ വരെ മാത്രമാണ്. പിന്നെ അത് ഷോപ്പ് പ്ലസ് വൗച്ചർ പോയിൻറ്റ്സ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതായത് ഒരു ക്യാഷ് ബാക്ക് ആയിട്ടല്ല, ആമസോൺ പേ ബാലൻസ് ആയിട്ടൊന്നുമല്ല കിട്ടാൻ പോകുന്നത്. ഷോപ്പ് പ്ലസ് വൗച്ചർ പോയിൻറ്റ്സ് ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വൗച്ചർ പോയിൻ്റ് എലിജിബിൾ കസ്റ്റമേഴ്സിന് പിന്നെ 90 ഡേയ്സ് വർക്കിംഗ് ഡേയ്സിനകം തന്നെ കിട്ടുന്നതാണ്. അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ഉള്ളത്. പിന്നെ സെലക്റ്റഡ് പ്രൊഡക്ട്സിന് മാത്രമാണ് ഈ ഒരു ഓഫറും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ നല്ലപോലെ അറിഞ്ഞിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. ആമസോൺ വഴി നമുക്ക് 5% ക്യാഷ് ബാക്ക് ഉണ്ട്. പിന്നെ നമുക്ക് സ്വിഗ്ഗിയിലും അതുപോലെ തന്നെ ബിഗ് ബാസ്ക്കറ്റിലും കുറച്ച് ഓഫേഴ്സ് ഇവർ തരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ് ടു 20% ഓഫ് ഈ ഒരു 2 പ്ലാറ്റ്ഫോമിലും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിലൈറ്റ്ഫുൾ സ്വിഗ്ഗി ഓഫറിൻ്റെ ഡീറ്റെയിൽ ആദ്യം നോക്കാം. ഏകദേശം 20% ഓഫറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് മിനിമം ട്രാൻസാക്ഷൻ 600 രൂപയ്ക്ക് മുകളിലായിരിക്കണം. ഐ തിങ്ക് യു വിൽ ഹാവ് ടു ബൈ സം ഫാമിലി പാക്ക് എന്തെങ്കിലും വാങ്ങിക്കേണ്ടി വരും. പിന്നെ നമുക്കിത് മാസത്തിൽ 3 തവണ വാലിഡ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. അതുപോലെ തന്നെ നമുക്ക് എവറി ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ ആണ്. അതായത് ആ ഒരു വീക്കെൻഡ് ടൈമിനാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. സോ
നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബിഗ് ബാസ്ക്കറ്റിൻ്റെ ഓഫർ കൂടി കൊടുത്തിട്ടുണ്ട്. 20% ഓഫറാണ്. അത് ഗ്രോസറീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 1st to 25th of every month ആണ് ഈ ഒരു ഓഫറും വാലിഡ് ആയിട്ടുള്ളത്. അതിൻ്റെ എല്ലാം കൂടുതൽ ഫർദർ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു ഓഫറിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് റിവാർഡ് പോയിൻറ്റ്സ് ഉണ്ട്. 5% ക്യാഷ് ബാക്ക്, ഫ്യൂവൽ, ഡൈനിങ്, എൻ്റർടൈൻമെൻറ്റ്, OTT അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ മൂവി ടിക്കറ്റ്സ് കിട്ടുന്നുണ്ട്. ബൈ വൺ ഗെറ്റ് വൺ മൂവി ടിക്കറ്റ്സ് ഇതിൻ്റെ ഭാഗമാണ്. ഓൾസോ നിങ്ങൾക്ക് ഇതിലൊരു കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് പാക്കും ഇതിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കാർഡിൽ വഴി നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്ന ബെനിഫിറ്റ്സ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് വഴി നമുക്ക് നല്ലപോലെ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും എല്ലാം കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിതിൽ പിന്നെ കോംപ്ലിമെൻ്ററി ഇൻഷുറൻസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. ഡിലൈറ്റ്സ് ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ ലോസ്റ്റ് കാർഡ് ലിയാബിലിറ്റി നമുക്ക് അപ് ടു 1 lakh വരേക്കും ഉണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് പ്രൊട്ടക്ഷൻ 50,000 വരേക്കും കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു സേവിങ്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റഫ് പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആനുവൽ സേവിങ്സ് ഏകദേശം 19,000 റുപ്പീസ് വരെ ഈ ഒരു ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെർച്ചൻ്റ് കാറ്റഗറി കോഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഈ ഒരു കാർഡിൻ്റെ പിന്നെ ഫീച്ചേഴ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ചാർജും. 499 പ്ലസ് GST ആണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. ഇഷ്യൂവൻസ് ചാർജും അത് തന്നെയാണ്. അതുപോലെ തന്നെ ആനുവൽ ചാർജും അത് തന്നെയാണ്. ആദ്യമായിട്ട് കാർഡ് എടുക്കുമ്പോഴും അത് കൊടുക്കണം. അതുപോലെ ആനുവൽ ചാർജും വരുന്നുണ്ട്. പിന്നെ ഡെയിലി ലിമിറ്റ് 50,000 ആണ് ATM. പിന്നെ അതുപോലെ തന്നെ POS മെഷീനൊക്കെ നമുക്ക് 1 lakh റുപ്പീസ് വരെ ഒരു ലിമിറ്റ് ഈ ഒരു കാർഡിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ കാർഡിൻ്റെ ഡിസൈൻ ഇതാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. പിന്നെ കുറച്ച് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കൈൻഡ് ഓഫ് ഡിസൈനൊക്കെയാണ്, ഷോപ്പിങ്ങിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് പിന്നെ ബെനിഫിറ്റ്സ് ഈ ഒരു അക്കൗണ്ടിലൂടെ കിട്ടുന്നത്. പിന്നെ ഇതൊരു സീറോ ബാലൻസ് അക്കൗണ്ടാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു ഇനീഷ്യൽ ഫണ്ടിങ് ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അക്കൗണ്ട് തുറക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ട് തുറക്കുന്ന പ്രൊസീജിയർ ഒന്ന് ക്വിക്കായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഇതിൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് തുറക്കാനുള്ള പേജിലോട്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് പിന്നെ തുറക്കുന്നതിനുള്ള എലിജിബിലിറ്റി അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു അക്കൗണ്ട് തുറക്കുന്നതിനായിട്ട് നമുക്ക് ഈ ഒരു പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ യുവർ അക്കൗണ്ട് എന്ന് കാണാം. അതിൽ ടാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. പിന്നെ നമുക്കിതിൽ മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് 0 ആണ്. ഇനീഷ്യൽ ഫണ്ടിങ് 10,000 കൊടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു നോർമൽ എന്താ പറയുക ഒരു സെമി അർബൻ ഏരിയയിലൊക്കെ ആണെങ്കിൽ 5,000 റുപ്പീസ് മതി. ഈവൻ ചില ഏരിയയിൽ 500 റുപ്പീസ് മാത്രം മതി. റൂറൽ ഏരിയയൊക്കെ ആണെങ്കിൽ അത് നിങ്ങളുടെ പിന്നെ എന്താ പറയുക ലൊക്കേഷൻ ഡിപ്പെൻഡ് ആയിരിക്കും. അതുപോലെ ഡെബിറ്റ് കാർഡ് ഫീ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. പിന്നെ പാൻ ആധാർ വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽ ഫില്ല് ചെയ്യുക, പിന്നെ വീഡിയോ കോൾ വഴി KYC കംപ്ലീറ്റ് ചെയ്യുക, അക്കൗണ്ട് ഫണ്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ആധാർ നമ്പറും അതുപോലെ മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ആയിരിക്കണം. നിലവിൽ ഓൺലൈനായിട്ട് ഏത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും അത് മസ്റ്റാണ്. പിന്നെ പാൻ കാർഡ് നമ്മുടെ കയ്യിൽ ഫിസിക്കൽ കോപ്പി വേണം. അതായത് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അവർ ആ ഒരു ഫിസിക്കൽ പാൻ കാർഡ്, അതായത് കാർഡ് രൂപത്തിൽ തന്നെ വേണം. നിങ്ങൾ PDF രൂപത്തിലുള്ള പാൻ കാർഡ് പിന്നെ ലാമിനേറ്റ് ചെയ്ത് അത് കാണിച്ചാൽ മതിയാകില്ല. ആ ഒരു ഒറിജിനൽ പാൻ കാർഡ് തന്നെ മസ്റ്റാണ്. പിന്നെ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും നമ്മുടെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് രണ്ടിലും നമുക്ക് ക്യാമറ ഫെസിലിറ്റി വേണം, എങ്കിൽ മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഈ ഒരു അക്കൗണ്ട് തുറക്കുന്നതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്കും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അക്കൗണ്ട് തുറക്കാൻ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ആധാറും തമ്മിൽ ലിങ്ക് ആയിരിക്കണം. അത്രയും കാര്യങ്ങളാണ്. പിന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളായിരിക്കണം. ഇവർക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് സെയിം തന്നെയാണ്. സാലറിഡ് ആണെങ്കിലും അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും ഒക്കെ സെയിം ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ബാക്കിയുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കസ്റ്റമർ ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. ഇനി അക്കൗണ്ട് തുറക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് കാണാം. അക്കൗണ്ട് തുറക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം എടുക്കേണ്ടത് പാൻ കാർഡും ആധാർ കാർഡും എടുത്തിട്ട് കയ്യിൽ വെക്കണം. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങൾ വരാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഓപ്പൺ യുവർ അക്കൗണ്ട് നൗ എന്ന് കാണാം. അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അതിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പേജിലോട്ട് വരാനായിട്ട് പറ്റും. ഇവിടെ നമ്മളോട് മൊബൈൽ നമ്പർ ആയിരിക്കും ചോദിക്കുന്നത്. നമ്മുടെ മൊബൈൽ നമ്പർ തന്നെയാണ് അക്കൗണ്ട് നമ്പറായിട്ട് കിട്ടാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ അക്കൗണ്ട് നമ്പർ താഴെ കാണാനായിട്ട് പറ്റും. നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ ഒരു മൊബൈൽ നമ്പർ തന്നെയായിരിക്കും നമ്മുടെ അക്കൗണ്ട് നമ്പറായിട്ട് വരാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു 15 ഉണ്ടാവുമെന്ന് മാത്രം. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ആധാർ പാൻ വെരിഫിക്കേഷൻ ആണ്. ഇവിടെ ആദ്യം തന്നെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിലൊരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP വരുന്നതിനായിട്ട് നമ്മുടെ ആധാറും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ആയിരിക്കണം. അതൊന്ന് വെരിഫൈ ചെയ്ത ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. ഈ ഒരു മെസ്സേജ് ബോക്സ് ടിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ ടാപ്പ് ചെയ്ത് നെക്സ്റ്റ് പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽ ഫില്ല് ചെയ്യാനുള്ളൊരു കോളമാണ്. നമ്മുടെ കുറച്ച് ഇമെയിൽ ID, അതുപോലെ തന്നെ മാരേജ് സ്റ്റാറ്റസ്, പിന്നെ
നമ്മുടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ്, ഫാദർ നെയിം, മദർ നെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്യുപ്പേഷൻ ഡീറ്റെയിൽ എല്ലാം എൻ്റർ ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സൊക്കെ ഇങ്ങനെ ഫെച്ചായിട്ട് വരും. നമ്മുടെ ആധാർ ഡാറ്റ ഉള്ളത് കൊണ്ട് തന്നെ ആധാറിൽ ഏത് അഡ്രസ്സാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു അഡ്രസ്സ് ഇവിടെ കാണാനായിട്ട് പറ്റും. അതൊന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജിലോട്ട് ചെല്ലുക. ഇവിടെ നിയറസ്റ്റ് ലൊക്കേഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറയും. നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ഉള്ള ബ്രാഞ്ച് ഏതാണ് ആ ഒരു ബ്രാഞ്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെമി അർബൻ ഏരിയ ഒക്കെ ആണെങ്കിൽ ഇനീഷ്യൽ ഫണ്ടിങ് കുറച്ച് കുറവായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരുപാട് വേരിയൻറ്റ് ഓഫ് സേവിങ്സ് അക്കൗണ്ട് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇൻഡസ് ഡിലൈറ്റ് കാണാം, ഇൻഡസ് മൾട്ടിപ്പിൾ മാക്സ് എന്ന് കാണാം, ഇൻഡസ് സെലക്ട് സേവിങ്സ് അക്കൗണ്ടൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇൻഡസ് ഡിലൈറ്റ് അക്കൗണ്ടാണ്. ഇതാണ് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വേരിയൻറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ചാർജും ഡീറ്റെയിലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ഡിജിറ്റൽ ആക്സസ് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു പേജ് കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ പിന്നെ കുറച്ച് ഡീറ്റെയിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എം പിന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു പേജാണ്. ഇവിടെ നമ്മൾ എം പിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് വരാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം മുന്നേ റിവ്യൂ ചെയ്യാനുള്ള ഒരു പേജാണ്. ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പേജിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്യാനും, അതായത് ഇനീഷ്യൽ ഫണ്ടിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 5000 ആണെങ്കിൽ 5000 ഒന്ന് ഫണ്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫണ്ട് ഇടുന്ന സമയത്ത് നിങ്ങൾ പേടിക്കേണ്ടതില്ല. കാരണം അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ ഒരു കൊട്ടാക് 811 അക്കൗണ്ട് നിലവിൽ നമുക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ഈ ഒരു ഇൻഡസൻഡ് ഡിലൈറ്റ് അക്കൗണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അക്കൗണ്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എയർടെൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ടും അവൈലബിൾ ആണ്. പക്ഷേ അതൊരു പേയ്മെൻറ്റ് ബാങ്കാണ്. ബട്ട് ഇൻഡസൻഡ് ബാങ്ക് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ലീഡിങ് ബാങ്കാണ് ഇന്ത്യയിലുള്ള. അപ്പോൾ ഏത് അക്കൗണ്ടാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു ലിമിറ്റോ റെസ്ട്രിക്ഷനോ ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അക്കൗണ്ടിൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും ടെൻഷനും കാര്യങ്ങളൊന്നും എടുക്കേണ്ട. കാരണം പ്രത്യേകിച്ച് ചാർജ് ഓഫീസോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. മാത്രമല്ല നിങ്ങൾ ഇനീഷ്യലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ഇൻഡസൻഡ് ഡിലൈറ്റ് സേവിങ്സ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന മികച്ച ഡീൽസും ഓഫേഴ്സ് എല്ലാം നമ്മുടെ ഓഫർ കാർട്ട് എന്ന വാട്സപ്പ്, ടെലിഗ്രാം പ്ലാറ്റ്ഫോമിലൂടെയും ഇൻസ്റ്റഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലൂടെയൊക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡീറ്റെയിൽ ഞാൻ താഴെ തന്നിട്ടുണ്ട്. ചെക്ക് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഓൾസോ ഞാൻ വെയർ ചെയ്യുന്ന കുറച്ച് കിടിലൻ ടീഷർട്ട്സിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇവിടെ പ്രൊഡക്റ്റിൻ്റെ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.